വില്ലേജ് ലൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. ജീവിതം ഒരു യാത്രയാണ്. ഓരോ യാത്രയ്ക്കും ഒരു വഴികാട്ടി വേണം. ഒരു കുടുംബത്തിൻ്റെ കാര്യത്തിലും ഇത് സത്യമാണ്. സ്നേഹബന്ധങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഈ വലിയ ലോകത്തിൽ ഒരു കുടുംബത്തിൻ്റെ ദീപസ്തംഭമായി നിലകൊള്ളുന്നത് കുടുംബനാഥനാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും സ്വഭാവങ്ങളും ഒരു കുടുംബത്തിൻ്റെ ഭാവിയെ തന്നെ രൂപപ്പെടുത്തുന്നു. എന്നാൽ ഒരു കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം? എന്തെല്ലാം ഗുണങ്ങളാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൻ്റെ മണ്ണിൽ ജീവിച്ചിരുന്ന ഒരു മഹാൻ നൽകിയിട്ടുണ്ട്. അദ്ദേഹം കേവലം ഒരു തന്ത്രജ്ഞനായിരുന്നില്ല, മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു ദാർശനികനായിരുന്നു. അതേ, ഞാൻ പറയുന്നത് ആചാര്യ ചാണക്യനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ നീതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു കുടുംബനാഥൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് വ്യക്തവും പ്രായോഗികവുമായ ഉപദേശങ്ങളുണ്ട്. കാലം മാറിയിരിക്കാം, ചുറ്റുപാടുകൾ മാറിയിരിക്കാം, പക്ഷേ മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളും കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങളും മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ആചാര്യൻ്റെ ഉപദേശങ്ങൾ ഇന്നും അവിശ്വസനീയമാംവിധം പ്രസക്തമാണ്. ഒരു കുടുംബനാഥന്റെ ജീവിതത്തിൽ അനിവാര്യമായ 7 സുപ്രധാന ഗുണങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഈ ഗുണങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുമെന്നും ഓരോ പ്രശ്നങ്ങളെയും നേരിടാൻ കരുത്ത് നൽകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമതായി, സാമ്പത്തിക ഭദ്രത. ആചാര്യ ചാണക്യൻ ഒരു കുടുംബനാഥന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്ന് സാമ്പത്തിക ഭദ്രതയും അച്ചടക്കവുമാണ്. പലപ്പോഴും നമ്മൾ കരുതുന്നത് ധനം നേടുന്നത് മാത്രമാണ് പ്രധാനമെന്നാണ്. എന്നാൽ ആചാര്യൻ അതിനപ്പുറം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഒരു സാധാരണക്കാരൻ പോലും സമ്പത്ത് ഉണ്ടാക്കി വെക്കണം. കാരണം അത് ആപത്ത് കാലത്ത് സഹായിക്കും. നല്ല വരുമാനമുള്ളവൻ അത് അലസമായി ചെലവഴിക്കുന്നവനാകരുത്. കുടുംബനാഥന്റെ പ്രധാന ചുമതലകളിൽ ഒന്നാണ് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്നത്. ഇതിന് എന്താണ് വേണ്ടത്? വരുമാനം എത്ര വലുതായാലും ചെറുതായാലും അതിൻ്റെ ഒരു ഭാഗം ഭാവിയിലേക്ക് നീക്കിവെക്കണം. അപ്രതീക്ഷിതമായ രോഗങ്ങൾ, ജോലി നഷ്ടപ്പെടൽ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങൾക്ക് ഈ സമ്പാദ്യം തുണയായി മാറും. ഒരു ദിവസം കൊണ്ട് ധനികനാകാൻ ശ്രമിക്കാതെ ചിട്ടയായ സമ്പാദ്യശീലമുണ്ടാവണം. ആചാര്യൻ ധൂർത്തിനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അനാവശ്യമായി പണം ചെലവഴിക്കുന്നവൻ ധനികനായാലും പെട്ടെന്ന് ദരിദ്രനാകും. ആഡംബരങ്ങൾക്ക് പിന്നാലെ പോകാതെ അത്യാവശ്യങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും മുൻഗണന നൽകണം. ഓരോ ചെലവും വിവേകത്തോടെ ആയിരിക്കണം. ഒരു കുടുംബനാഥൻ തൻ്റെ മക്കളെയും കുടുംബാംഗങ്ങളെയും പണത്തിൻ്റെ മൂല്യം പഠിപ്പിക്കണം. സമ്പാദ്യത്തിൻ്റെ പ്രാധാന്യം, സാമ്പത്തികമായ അച്ചടക്കം, കടബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതിൻ്റെ ആവശ്യം എന്നിവയെക്കുറിച്ച് അവർക്ക് അറിവ് നൽകണം. ഇതൊരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ട അറിവാണ്. കഴിയുന്നത്രയും കടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അഥവാ കടം വാങ്ങേണ്ടി വന്നാൽ അത് എങ്ങനെ തിരിച്ചടയ്ക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. കടം എന്നത് ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമെന്നും ആചാര്യൻ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, ഒരു കുടുംബനാഥൻ കേവലം പണം സമ്പാദിക്കുന്നവൻ മാത്രമല്ല, അത് വിവേകത്തോടെ കൈകാര്യം ചെയ്യുന്നവനും കുടുംബത്തിനൊരു സാമ്പത്തിക സുരക്ഷാ കവചം ഒരുക്കുന്നവനുമാകണം. രണ്ടാമതായി, ഉറച്ച ഉത്തരവാദിത്വ ബോധം. ആചാര്യൻ ഒരു ഭരണാധികാരിയെ പോലെ തന്നെയാണ് ഒരു കുടുംബനാഥനെയും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രധാന ഗുണം ഉറച്ച ഉത്തരവാദിത്വ ബോധമാണ്. ഒരു ഭരണാധികാരിക്ക് തൻ്റെ പ്രജകളോടുള്ള അതേ ഉത്തരവാദിത്വം ഒരു കുടുംബനാഥന് തൻ്റെ കുടുംബത്തോടുമുണ്ട്. ഇവിടെ ഉത്തരവാദിത്വ ബോധം എന്നത് കേവലം കടമകൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം കുടുംബനാഥന് വേണം. ചിലപ്പോൾ ആ തീരുമാനങ്ങൾ കഠിനമായേക്കാം, എന്നാൽ അവ കുടുംബത്തിൻ്റെ ദീർഘകാല നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിയണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കുടുംബനാഥൻ ഒരു പാറ പോലെ ഉറച്ചു നിൽക്കണം. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ മുന്നിൽ നിന്ന് അവയെ നേരിടണം. കുടുംബാംഗങ്ങൾക്ക് ധൈര്യം നൽകാനും പരിഹാരങ്ങൾ കണ്ടെത്താനും അവരെ ശരിയായ പാതയിലേക്ക് നയിക്കാനും അദ്ദേഹത്തിന് കഴിയണം. ഒരു നല്ല കപ്പിത്താനെ പോലെ കൊടുങ്കാറ്റിൽ കപ്പലിനെ സുരക്ഷിതമായി നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അതുപോലെ തന്നെ കുടുംബനാഥനും. ഉത്തരവാദിത്വ ബോധമുള്ള ഒരാൾ തൻ്റെ തെറ്റുകൾ അംഗീകരിക്കാൻ മടിക്കില്ല. തൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാനും തിരുത്താനും അദ്ദേഹം തയ്യാറാകണം. ഇത് കുടുംബാംഗങ്ങളിൽ വിശ്വാസം വളർത്തും.
കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും ക്ഷേമം കുടുംബനാഥന്റെ പ്രധാന ചിന്തയായിരിക്കണം. അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, സന്തോഷം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. കുടുംബനാഥന്റെ ഉത്തരവാദിത്വ ബോധം ഒരു കുടുംബത്തിന്റെ അടിത്തറയാണ്. അത് കുടുംബത്തിന് സുരക്ഷിതത്വം, വിശ്വാസവും നൽകുന്നു. മൂന്നാമതായി, വിവേകവും ആത്മനിയന്ത്രണവും. ആചാര്യ ചാണക്യൻ ഒരു കുടുംബനാഥന്റെ ഏറ്റവും വലിയ ആഭരണമായി കാണുന്നത് വിവേകത്തെയും ആത്മനിയന്ത്രണത്തെയുമാണ്. അദ്ദേഹം പറയുന്നു, അറിവില്ലാത്തവന് വിവേകമുണ്ടാവുകയില്ല, വിവേകമില്ലാത്തവന് ആത്മനിയന്ത്രണവും ഉണ്ടാവുകയില്ല. കേട്ടറിവുകളോ വൈകാരികമായ പ്രക്ഷുബ്ധതകളോ ഒരു കുടുംബനാഥനെ ഭരിക്കരുത്. ഓരോ കാര്യത്തെയും യുക്തിപരമായി സമീപിക്കാനും അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ത് ഫലമുണ്ടാക്കുമെന്ന് ചിന്തിക്കാനും അദ്ദേഹത്തിന് കഴിയണം. തെളിവുകളില്ലാതെ ഒരു കാര്യവും വിശ്വസിക്കരുത്. ദേഷ്യം, അസൂയ, അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് കുടുംബനാഥനുണ്ടാവണം. ഈ വികാരങ്ങൾ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുകയും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ശാന്തമായി കാര്യങ്ങളെ നേരിടാനും സമ്മർദ്ദഘട്ടങ്ങളിൽ പോലും സംയമനം പാലിക്കാനും അദ്ദേഹത്തിന് സാധിക്കണം. സ്വന്തം ജീവിതത്തിൽ ചിട്ടയും അച്ചടക്കവും പുലർത്തുന്നതിലൂടെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് അദ്ദേഹം ഒരു മാതൃകയാകും. സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുക, ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ആളുകളുടെ ബാഹ്യമായ പ്രകടനങ്ങൾ കണ്ട് വഞ്ചിതനാകരുത്. കാര്യങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാനും ആളുകളുടെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയാനും കുടുംബനാഥന് വിവേകമുണ്ടാകണം. വിവേകമുള്ള ഒരു കുടുംബനാഥന് മാത്രമേ കുടുംബത്തെ ശരിയായ പാതയിലേക്ക് നയിക്കാനും തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും കഴിയൂ. നാലാമതായി, അറിവും നിരന്തരമായ പഠനവുമാണ്. ആചാര്യ ചാണക്യൻ അറിവിനും നിരന്തരമായ പഠനത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു. വിദ്യ ഒരു രഹസ്യനിധിയാണ്, അതാർക്കും മോഷ്ടിക്കാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കുടുംബനാഥൻ അറിവുള്ളവനും എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സന്നദ്ധനുമായിരിക്കണം. കേവലം തൻ്റെ തൊഴിലിൽ മാത്രമല്ല, ലോകകാര്യങ്ങളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും ഒരു കുടുംബനാഥൻ അറിവുണ്ടായിരിക്കണം. ഈ അറിവ് അദ്ദേഹത്തിന് വിശാലമായ കാഴ്ചപ്പാട് നൽകും. അറിവുള്ള ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ നേരിടാൻ കഴിയും. പുതിയ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പരിഹാരങ്ങൾ കണ്ടെത്താനും അദ്ദേഹത്തിന് സാധിക്കും. അറിവ് ആത്മവിശ്വാസം നൽകും. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ, പുതിയ ആശയങ്ങൾ, പുതിയ ചിന്താരീതികൾ എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും. കുടുംബനാഥൻ ഒരു പഠിതാവായിരിക്കണം. ജീവിതകാലം മുഴുവൻ പഠനം തുടരണം. തൻ്റെ അറിവ് കുടുംബാംഗങ്ങളുമായി പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയണം. കുട്ടികളെ പഠനത്തിൽ സഹായിക്കുക, അവർക്ക് നല്ല പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക, ലോകത്തെക്കുറിച്ച് സംസാരിക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അറിവാണ് കുടുംബത്തിൻ്റെ വളർച്ചയുടെ ആണിക്കല്ല്. അറിവുള്ള ഒരു കുടുംബനാഥന് തൻ്റെ കുടുംബത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിയും. അഞ്ചാമതായി, സത്യസന്ധവും മാന്യവുമായ പെരുമാറ്റം. ആചാര്യ ചാണക്യൻ ഒരു കുടുംബനാഥന്റെ ഏറ്റവും വലിയ ആഭരണമായി കാണുന്നത് സത്യസന്ധവും മാന്യവുമായ പെരുമാറ്റമാണ്. സത്യം സംസാരിക്കുക, സത്യത്തിൽ വിശ്വസിക്കുക എന്ന് അദ്ദേഹം ഉപദേശിച്ചു. കുടുംബനാഥൻ എല്ലാ കാര്യങ്ങളിലും സത്യസന്ധനായിരിക്കണം. തൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്തണം. സത്യസന്ധതയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും സത്യം മാത്രം പറയുന്ന ഒരാളെ കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും വിശ്വസിക്കാൻ കഴിയും. കുടുംബാംഗങ്ങളോടും പുറത്തുള്ളവരോടും ഒരുപോലെ മാന്യമായി പെരുമാറാൻ അദ്ദേഹത്തിന് കഴിയണം. ദേഷ്യപ്പെടാതെ, അനാദരവ് കാണിക്കാതെ എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇടപെടണം. ഇത് കുടുംബത്തിൽ സമാധാനവും സ്നേഹവും നിലനിർത്താൻ സഹായിക്കും. കുട്ടികൾ മാതാപിതാക്കളെയാണ് അനുകരിക്കുന്നത്. അതുകൊണ്ട് ഒരു കുടുംബനാഥൻ തൻ്റെ നല്ല സ്വഭാവത്തിലൂടെയും മാന്യമായ പെരുമാറ്റത്തിലൂടെയും കുട്ടികൾക്കൊരു നല്ല മാതൃകയാകണം. കളവ് പറയാതെ, അഴിമതി കാണിക്കാതെ, മറ്റുള്ളവരെ ബഹുമാനിച്ച് ജീവിക്കുമ്പോൾ കുട്ടികളും അത് കണ്ടുപഠിക്കും. ആചാര്യൻ ക്ഷമയ്ക്കും ദയയ്ക്കും വലിയ പ്രാധാന്യം നൽകി. കുടുംബത്തിലെ തെറ്റുകൾ ക്ഷമിക്കാനും ദയയോടെ അവരെ തിരുത്താനും കുടുംബനാഥന് കഴിയണം. അനാവശ്യമായി ദേഷ്യവും വൈരാഗ്യവും കുടുംബ ബന്ധങ്ങളെ തകർക്കും. സത്യസന്ധവും മാന്യതയും ഒരു കുടുംബത്തിന് വെളിച്ചവും വിശ്വാസവും നൽകും. ഈ ഗുണങ്ങൾ കുടുംബനാഥന്റെ വ്യക്തിത്വത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നു.
ആറാമതായി കുടുംബ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. ആചാര്യ ചാണക്യൻ കുടുംബത്തിന്റെ ഐക്യത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുക എന്നത് ഒരു കുടുംബനാഥന്റെ പ്രധാന കടമയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒരു മരം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എളുപ്പത്തിൽ ഒടിഞ്ഞു പോകും, എന്നാൽ കാട് ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിനെ ആർക്കും നശിപ്പിക്കുവാൻ കഴിയുകയില്ല. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും വളർത്താൻ കുടുംബനാഥൻ മുൻകൈയെടുക്കണം. സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ തീർപ്പാക്കാനും കുടുംബത്തിലെ മുതിർന്നവരെ ബഹുമാനിക്കാനും കുട്ടികൾക്ക് സ്നേഹം നൽകാനും അദ്ദേഹത്തിന് കഴിയണം. തന്റെ ഭാര്യ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ എന്നിവരുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കണം. അവരുമായി സമയം ചെലവഴിക്കുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, പിന്തുണ നൽകുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര വിശ്വാസം വളർത്തുക, ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും ബഹുമാനിക്കുക. ഇത് ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. കുടുംബത്തിന്റെ മാത്രമല്ല, സമൂഹത്തിലെ മറ്റുള്ളവരുമായും നല്ല ബന്ധം പുലർത്താൻ കുടുംബനാഥന് കഴിയണം. അയൽക്കാരുമായും സുഹൃത്തുക്കളുമായുമുള്ള നല്ല ബന്ധം കുടുംബത്തിന് സാമൂഹിക പിന്തുണ നൽകും. കുടുംബ ബന്ധങ്ങളിലെ കെട്ടുറപ്പ് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഒരു കുടുംബനാഥന്റെ ശ്രമത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ. ഏഴാമതായി മികച്ച തീരുമാനമെടുക്കാനുള്ള കഴിവാണ്. ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ ഗുണം മികച്ച തീരുമാനമെടുക്കാനുള്ള കഴിവാണ്. ഒരു കുടുംബനാഥൻ പലപ്പോഴും കുടുംബത്തിന്റെ ഭാവിയെ തന്നെ സ്വാധീനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആചാര്യൻ പറയുന്നു, ഒരു കാര്യം ശ്രദ്ധാപൂർവം ചിന്തിച്ച ശേഷം മാത്രമേ അതിൽ പ്രവർത്തിക്കാവൂ എന്ന്. എടുത്തു ചാടി തീരുമാനമെടുക്കുന്നത് ദോഷകരമാണ്. എല്ലാ വശങ്ങളും പരിഗണിച്ച് ദീർഘകാല ഫലങ്ങൾ ആലോചിച്ച് ശാന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് കഴിയണം. ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എങ്ങനെ ബാധകമാകുമെന്ന് ചിന്തിക്കണം. വ്യക്തിപരമായ ഇഷ്ടങ്ങളെക്കാൾ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള നന്മയ്ക്ക് മുൻഗണന നൽകണം. ചിലപ്പോൾ കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കഠിനമായ ചിലവുകൾ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഒരു തെറ്റായ ശീലം തിരുത്താൻ കുടുംബാംഗത്തെ നിർബന്ധിക്കുക. അത്തരം ഘട്ടങ്ങളിൽ ധീരമായി തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനും അദ്ദേഹത്തിന് കഴിയണം. തന്റെ അറിവും വിവേകവും ഉപയോഗിച്ച് ശരിയായ വിവരങ്ങൾ ശേഖരിച്ച് ഏറ്റവും നല്ല തീരുമാനം തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം. ഒരു കുടുംബനാഥന്റെ മികച്ച തീരുമാനമെടുക്കാനുള്ള കഴിവ് കുടുംബത്തെ തെറ്റായ പാതകളിൽ നിന്ന് രക്ഷിക്കുകയും വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുകയും ചെയ്യും. സ്നേഹിതരെ, നമ്മളിന്ന് ആചാര്യ ചാണക്യന്റെ ദീർഘവീക്ഷണത്തിലൂടെ ഒരു കുടുംബനാഥന് വേണ്ട 7 സുപ്രധാന ഗുണങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. സാമ്പത്തിക അച്ചടക്കം, ഉറച്ച ഉത്തരവാദിത്വബോധം, വിവേകവും ആത്മനിയന്ത്രണവും, അറിവും നിരന്തരമായ പഠനവും, സത്യസന്ധവും മാന്യവുമായ പെരുമാറ്റം, കുടുംബ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുക, മികച്ച തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവയാണവ. ഈ ഗുണങ്ങൾ കേവലം പുരാതന കാലത്തെ ആശയങ്ങളല്ല, അവ ഇന്നും നമ്മുടെ കുടുംബത്തിൽ പ്രസക്തമായ പാഠങ്ങളാണ്. ഓരോ കുടുംബനാഥനും ഈ ഗുണങ്ങൾ തന്നിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ കുടുംബം സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഉറവിടമായി മാറും. ഒരു മരം വേരുകളിലാണ് നിലനിൽക്കുന്നത്, അതുപോലെ ഒരു കുടുംബം അതിന്റെ നാഥന്റെ ഗുണങ്ങളിലും മൂല്യങ്ങളിലുമാണ് നിലകൊള്ളുന്നത്. ആചാര്യ ചാണക്യന്റെ ഈ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിന് കരുത്താകട്ടെ. ഈ ചിന്തകൾ നിങ്ങൾക്കേവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.